ഹലോ, ആ അതെ, ഡോക്ടർ പ്രിയ തന്നെയാണ്. നിങ്ങൾക്ക് മുടി കുറവാണെങ്കിൽ ഞാൻ അത് മാറ്റിത്തരാം. നിങ്ങൾക്ക് കൺപീലി കുറവാണെങ്കിൽ ഞാൻ അത് മാറ്റിത്തരാം. എന്ത് വേണമെങ്കിലും ഞാൻ മാറ്റിത്തരാം. അതെ, എന്റെ ഭാര്യനെ മാറ്റി തരുമോ? നീ ഇത് ചെന്ന് നിന്റെ ഭാര്യനോട് പറ. അപ്പൊ അവര് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിത്തരും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വാ. അപ്പൊ ഞാൻ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിത്തരാം. വെച്ചിട്ട് പോടാ അവിടുന്ന്. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. അതെ, ചുണ്ടിന് കണ്ണിന് എന്തെങ്കിലും സൗന്ദര്യ കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ മതി. ഞാൻ സർജറി ചെയ്ത് തരാം. ഞാൻ സർജറി ചെയ്ത് ഒരുപാട് സുന്ദരന്മാർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ടേ. ഹലോ, ചേട്ടൻ എന്തിനു ചേട്ടൻ ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണേ? കൊച്ചിന്റെ കാര്യങ്ങൾ ചേട്ടൻ നോക്കി എന്താ? ഞാൻ തന്നെ പറഞ്ഞോ? അത് കൊള്ളാം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. ചേട്ടാ, ഞാനേ ചേട്ടൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കണ്ടന്റ് പറയാൻ വന്നതാ. അപ്പൊ ഇവിടെ ഒരു കോമഡി കണ്ടന്റ് വന്നേക്കണം. ഞാൻ ഇപ്പൊ വിളിക്കാവേ. ധാരാളം ചാമ്പങ്ങൻ കടിച്ചു പിടിച്ചു വന്നേക്കണത്. പിന്നെ ചുണ്ടാണിത്. കണ്ടിട്ട് ചുണ്ടൻ വെള്ളം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കേൾക്കണേ. എന്റെ കല്യാണത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. വേറൊന്നുമില്ല, ഇവിടെ കുറച്ച് മുടി ഫിക്സ് ചെയ്യണം. പിന്നെ എനിക്ക് ബട്ടക്സ് ഇച്ചിരി കുറവുണ്ട്. അപ്പൊ കുറച്ച് ബട്ടക്സ് വെക്കണം എന്ന് പറഞ്ഞു വന്നതാണ്. ദേ ഇപ്പൊ കാണിച്ചിട്ടുണ്ടാ, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇനി വേറെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇതെന്താ ഈ ചുണ്ടില് കാണിച്ചു വെച്ചേക്കണത്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? സുനിൽ ഷെട്ടിയെ പോലെ എന്റെ ചുണ്ടിരിക്കണം എന്ന് പറഞ്ഞോ? അതിനിപ്പോ എന്താ കുഴപ്പമെന്തോ? ഇതിപ്പോ സുനിൽ ഷെട്ടിയുടെ ഷട്ടി അല്ല, ഇത് വേറെ ആരോ ഷട്ടി പോലെ ഇരിക്കുകയാണ് ഈ സാധനം. അതെ, താൻ എന്നോട് പറഞ്ഞെന്താ 50% ഓഫർ വേണമെന്ന് പറഞ്ഞാ. 50% എന്ന് പറഞ്ഞാൽ പകുതി ഓഫർ എന്നാ. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയില്ലേ? എടാ, ഞാൻ സെറ്റ് ചെയ്ത് തരാടോ. മര്യാദക്ക് സിറ്റിങ് പറ്റില്ല, പിന്നെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ഇത് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കി തന്നേ പറ്റുള്ളൂ. എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. താൻ എത്ര രൂപ തന്നിട്ടാണ് ചെയ്തത്? 75,000 രൂപ കെട്ടിവെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴും പകുതിയാണ് ചെയ്തു വെച്ചിട്ടുള്ളൂ. പിന്നെ കോടികൾ മുടക്കിയ പാലരവട്ടം പാല ഇപ്പോഴും പകുതി കിടക്കുക. അതിനൊരു കുഴപ്പമില്ല. പാലാരിവട്ടം പാലവും എന്റെ ചന്തിയും തമ്മിൽ കോമ്പയർ ചെയ്യല്ലേ? അല്ല, കമ്പയർ ചെയ്യലെന്ന് ഒരു കാര്യം അറിയാവോ? നാളെ എന്റെ കല്യാണമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എന്റെ പെണ്ണും കൂടെ മൂട് പൊങ്ങിയ ഒരു ബൈക്കിലെ യാത്ര പോകണമെന്നാണ്. ഈ മൂടില്ലാത്ത ഞാൻ മൂടുമായിട്ട് ഈ മൂട് പൊങ്ങിയ വണ്ടിയിൽ എങ്ങനെ പോകും? അത് ശരിയാ, അത് കണ്ടുണ്ടാവൂല. അതാ പറഞ്ഞത്. ഞാനൊരു വഴി പറഞ്ഞിരട്ടെ. ഞാൻ ഒരു കൊരണ്ടിപ്പലക സെറ്റ് ചെയ്ത് തരാം. അതാകുമ്പോ അതിലങ്ങ് ഇരുന്നങ്ങ് പോയാ മതി. എന്നാ വേറൊരു കാര്യം കൂടി ചെയ്യും. ഈ പലകയുടെ അറ്റത്തെ ഒരു നാക്കും കൂടി വെക്കും. അതെന്തിനാ? അല്ല, ഞാൻ ഈ മൂടുമായിട്ട് പോവാണല്ലോ. അപ്പൊ എന്റെ ഭാര്യ പുറകെ ഇരുന്നിട്ട് തേങ്ങ ചെറവി തരും. അപ്പൊ എന്റെ ഈ പറഞ്ഞ സർജറി ചെയ്യാൻ വന്നവർക്ക് ഒരു ഓഫറും കൊടുക്കാം. ഇവിടെ സർജറി ചെയ്താൽ ചെലവ് ഫ്രീ. ഞാൻ ഒരു കാര്യം പറയാം. ഇത് കണ്ടോ, എന്റെ ചുണ്ട് തള്ളി നിൽക്കുകയാണ്. ഇവിടെ തള്ളിയിട്ടില്ല, ഇവിടെ തള്ളി നിൽക്കുന്നു. കല്യാണത്തിന് വീട്ടിൽ ആളുകൾ വരുമ്പോ ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ ചുണ്ട് കുറച്ച് മുറിച്ചിട്ട് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് സർജറി ചെയ്ത് തരാം. ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ ഈ കല്യാണത്തിൽ വരുന്ന ആളുകൾ നോക്കിട്ടേ ഞാൻ ഇങ്ങനെ ചിരിക്കണോ, ഇങ്ങനെ ചിരിക്കണോ? എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. നാളെ എന്റെ ആദ്യ രാത്രിയാ. ഈ ആദ്യ രാത്രി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. അപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എടോ, എന്നോട് ചോദിക്കല്ലേട്ടെ, എനിക്കിതൊക്കെ കേൾക്കുമ്പോ അപ്പൊ തന്നെ നാണം വരും. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ആദ്യ രാത്രിയിലെ അവൾ എന്നോട് ചോദിക്കൂലേ, ചേട്ടാ ഇതെന്താ സംഭവം എന്ന്? ഞാൻ എന്ത് പറയാ അവരുടെ അടുത്ത്? ഗിഫ്റ്റ് കിട്ടിയാന്ന് പറയണം. ആരെങ്കിലും ഇതൊക്കെ ഗിഫ്റ്റ് തരുമോടോ? മറ്റേ ലൗചിനത്തിലുള്ള തലോണിയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഗിഫ്റ്റ് ആന്നങ്ങ് പറഞ്ഞാ മതി. എന്റെ ചുണ്ടിനോടായിരുന്നു അവൾക്ക് പ്രണയം. ഈ ചുണ്ടും വെച്ച് ഞാൻ അവൾ എങ്ങനെ കാണൂ? ചിരിക്കുന്നേ? ചിരിച്ചല്ല, ഞാൻ കരഞ്ഞാണ്. മോണാക്ട് കഴിഞ്ഞാ? മോണാക്ടാ അല്ലെ മോണ കൊണ്ടുള്ള ആക്ട് കഴിഞ്ഞാ? ഞാനിപ്പോ ചിരിച്ചാണ്ടല്ലോ ആളുകൾ പറയും കരയാണെന്ന്. കരഞ്ഞു കഴിഞ്ഞ ആളുകൾ പറയും ചിരിക്കാണെന്ന്. എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇള കാണുമ്പോ ഓർമ്മ എന്താന്നറിയോ? ഏതൊരു മേക്കപ്പ് റൂം തല്ലി പൊട്ടിച്ചിട്ടേക്കണ്. വേറൊരു കാര്യം പറയട്ടെ, ഇന്ന് കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് ഉള്ളതാണ്. ഞാൻ കുറെ പാട്ടും പഠിച്ചു വെച്ചു, കുറെ ഡാൻസും പഠിച്ചു വെച്ചു. ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ പോകുന്ന ആലോചിക്കുന്നത്. ഏത് പാട്ടാ ചെയ്യാൻ പോണേ? ശിശിരകാലമേന്തി വന്നൊരു ദിപരാധമോ അതോ? ഇതല്ല, അതോ. എനിക്കുണ്ടല്ല, നിങ്ങക്ക് പറ്റിയ വൈറലാവാൻ പറ്റിയൊരു പാട്ട് എന്റെ കയ്യിലുണ്ട്. അതേത് പാട്ടാ? താനൊന്ന് നടന്നേ, ഞാൻ പറഞ്ഞുതരാം. മുട്ടോളം കേറിയല്ലോ ചോടനുറുമ്പ്, തൂത്തിട്ടും പോവുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോവുന്നില്ല. തട്ടിട്ട് മുട്ടിട്ട് മാത്രല്ല, ഭിത്തിയിലിട്ട് ഉരച്ചിട്ടും പോണില്ല. സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചു നോക്കായിരുന്നില്ല? അതൊക്കെ ഞാൻ കൊറേ പ്രയോഗിച്ചു നോക്കിയതാണ്. എനിക്ക് എങ്ങനെങ്കിലും എന്റെ കാര്യങ്ങളൊന്നും നടന്നേച്ചാ മതി. എന്റെ കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിൽ വരുമ്പോ ഞാൻ ഇത് വെച്ച് എങ്ങനെ ഇരിക്കും എനിക്ക് അറിയാൻ പാടില്ലേ. ദൈവമേ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, സ്ത്രീധനം വല്ലതും കിട്ടുമോ എനിക്ക്? സ്ത്രീധനം കിട്ടുമെന്നാ?
ഇരുന്നുള്ള വക അവളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇരിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞതാണ്. എനിക്ക് ജോലി വല്ലതുണ്ടാ? ജോലി ഉണ്ടായിരുന്നാ, ഞാൻ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിരുന്നു. ആഹാ, അത്രയും വല്ല ജോലിക്ക് ഉണ്ടായിരുന്ന? പിന്നെ പക്ഷെ എന്താ പ്രശ്നം അറിയുമോ, ഇതും വെച്ച് പോയപ്പോ അവർക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. അവര് പറഞ്ഞു ജോലി വരണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ജോലിയൊന്നുമില്ലേ? ഇപ്പൊ ജോലി ഇല്ലേന്നാ. ഞാണ്ടല്ലോ കൈ നോക്കാൻ ഒരു ചേച്ചിയുടെ കൂടെ ചീട്ടെടുത്തോക്കാൻ പോവാ തത്തയായിട്ട്. വല്ല മെച്ചോണ്ടാ? പിന്നെ വൈകുന്നേരം ഇഷ്ടം പോലെ പഴം കിട്ടും. ആ ചുണ്ടത്ത് വിരിഞ്ഞിരിക്കാണ്. അല്ല, ആമ്പൽപ്പൂ. ഹലോ, ആ ചേട്ടനുള്ള കുറുക്കും കൊച്ചിനുള്ള പുട്ടും ഞാൻ എടുത്തു വെച്ച്. അല്ല, കൊച്ചിനുള്ള പുട്ടും ചേട്ടനുള്ള കുറുക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സ്നാക്കി ഇടിച്ചായിരുന്നാ? ഇതിന്റെ സൈസ് കിട്ടൂല. എന്ത്? ഞാൻ കൊച്ചിനോട് ചോദിച്ചതാണ്. അതെ, ആ ഞാൻ പിന്നെ വിളിക്കാം ചേട്ടാ. ശരി. എന്ത് മരം കുത്തി കൊത്താൻ നിക്കണ? എന്താണോ അത്? ഈ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റണ്ടോ? എനിക്ക് കാണാൻ പറ്റണ്ടല്ലോ. എനിക്ക് കാണാൻ പറ്റില്ല. അതെന്താടോ? അതെന്താണെന്നോ, എന്റെ ചുണ്ടിൽ സൺസൈഡ് ഇങ്ങനെ വാർത്ത വെച്ചിട്ട് ഞാനത് എങ്ങനെ കാണാനായിട്ടാണ്? എന്റെ വിഷമം ആരെങ്കിലും കാണുന്നുണ്ടോ? ശരിയാട്ടാ, ഒരു സൈഡ് വിഷമത്തിന് കൂടുതലാ, ഒരു സൈഡ് വിഷമത്തിന് കുറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഇടവഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കാണ്ടോ, ആ സമയത്ത് മതിലിന്റെ പൊക്കത്തിരിക്കുന്ന ഒരു ഗിരിരാജൻ കോഴി എന്നെ കണ്ടതും എന്റെ പെടലേക്ക് ഒരു ഒറ്റ ചാട്ടോ. എന്നിട്ടേ എന്റെ ചെവിക്ക് 2 കൊത്തും. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുറുകല്. താനെങ്ങനെ നടന്നെന്നാ പറഞ്ഞത്? ഇങ്ങനെ. ഇത് കണ്ട ഏത് കോഴിക്കാണെങ്കിലും ഒന്ന് കൊത്താൻ തോന്നും. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ ചിരിക്കണല്ല, കരയണേ. കരഞ്ഞെന്തിനാ? പേരൊന്നല്ല, ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരെന്താന്നറിയാവോ? കീർത്തി എന്നാ. നാളെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് പിറ്റേ ദിവസം ഞങ്ങൾ എണീക്കുമല്ലോ. ആ സമയത്ത് ആളുകളൊക്കെ എന്നെ കാണുമ്പോ എന്റെ ചുണ്ട് കണ്ട അവര് പറയൂലേ, എടാ നിന്റെ ഭാര്യയുടെ പേര് കീർത്തി എന്നല്ല, അവൾക്ക് നല്ല ആർത്തിയാണെന്ന്. അത് കേൾക്കാനുള്ള മടി കൊണ്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി സത്യം പറ, നിങ്ങൾ ഇതിനകത്ത് എന്താ ചെയ്തത്? അത് പിന്നെ ഞാനൊന്നും ചെയ്തൊന്നുമില്ല. സത്യം പറ, ഈ ചുണ്ടിൽ നിങ്ങൾ എന്താ ചെയ്തത്? അത് പിന്നെ എനിക്ക് ഈ സർജറി അറിയാൻ പറ്റാത്തോണ്ട് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച് തന്നെ മയക്കി കിടത്തിയായിരുന്നു. മയക്കി കിടത്തി. മയക്കി കിടത്തിട്ട് എന്റെ ചുണ്ടിൽ എന്തോ ചെയ്തേ? എടോ സത്യമായിട്ടില്ല, ഞാൻ യൂട്യൂബ് നോക്കിട്ടേ സർജറി ചെയ്യാൻ പഠിച്ചതാ. എങ്ങനെയെന്ന്? യൂട്യൂബ് നോക്കിട്ട് സർജറി ചെയ്യാൻ പഠിച്ചതാ. യൂട്യൂബിൽ നോക്കിട്ട് ആരെങ്കിലും സർജറി ചെയ്യോ? ഇത് ഞാൻ പോലീസിന് കേസ് കൊടുക്കുമോ? ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ, ആണോ? ഞാൻ വിളിക്കാവേ. എടോ, തന്റെ ചുണ്ടിന് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എടോ, കഴിഞ്ഞ ദിവസേ ഇവിടെ കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞു പോയി, അതൊന്ന് പുറത്തേക്ക് തള്ളണോന്നും പറഞ്ഞ ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് കുത്തേണ്ട ഇഞ്ചക്ഷൻ മാറി തനിക്ക് ഞാൻ കുത്തിയതാ. അതാണ് എനിക്ക് കുത്തിയത്. അപ്പൊ എന്റെ ചുണ്ടിൽ കുത്താനുള്ള ഇഞ്ചക്ഷൻ അവനിപ്പഴേ കണ്ണി കൂടി സേർട്ട് വലിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങള് എന്നെയും അവനെയും തേച്ചൊട്ടിച്ചു. നിനക്കല്ലോ ഇതുപോലത്തെ അവസ്ഥ. ഞാനത് ആലോചിച്ച് എന്താണെന്നറിയോ, ഈ പലർക്കും ഈ പ്രശ്നമുണ്ട്. ഇവൻ എനിക്ക് പോലും പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇതുപോലെ നല്ലൊരു പ്രശ്നം നോക്ക്. എനിക്ക് കുഴപ്പമില്ല, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. ഞാൻ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യുന്ന ആളെ. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പണിക്ക് പോകരുത്. ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ ഇഫ് യു ഹാവ് എനി പ്രോബ്ലം. അതാണ് ഇതിനകത്ത് മനസ്സിലായത്. ഷജീറിന്റെ മുഖത്തോക്കി പറയാൻ പറ്റില്ല, എനിക്ക് അവനെ കാണുമ്പോ ചിരി വരും. മറ്റേ പെരുന്തച്ഛന്റെ തലയും കൊക്കിന്റെ ചുണ്ടും. ഞാൻ വിചാരിച്ചറിയോ, നമുക്കെങ്ങനെ ഇങ്ങനെ വന്നാലും ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കണ്ടേ? ഇങ്ങനെ ഇരിക്കും. കുറച്ചു പോലെ നമ്മുടെ പ്രവീൺ മുഹമ്മല്ലേ, പ്രവീൺ മുഹമ്മദ് വീഡിയോ കോൾ ചെയ്തപ്പോ കൊച്ചിനെ നന്നായിരുന്നേ. കൊച്ചപ്പനെ കരഞ്ഞിട്ട് പോയി കളഞ്ഞു. പണ്ട് നമ്മളെ ആളുടെ പേര് പറയില്ല, ഈ ഫോൺ എടുത്തിട്ട് പുള്ളി മറ്റേ കാലകനായിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നിട്ട് ഫേസ് ലോക്ക് ഇട്ട്, പിന്നെ കാലകനെ കാണിച്ചാൽ ഇത് ലോണാവും. നമ്മൾ പറയില്ലേ, ഷജീറിന്റെ പെർഫോമൻസ് കണ്ടാല് ആരും ചിരിച്ചില്ലെങ്കിൽ വിഷ്ണുപ്രിയ ഉറപ്പായിട്ട് ചിരിക്കും. അതാണ് ആ കോമ്പോടെ ഗുണം. പിന്നെ ആ മൊബൈലില് ഫുൾ ഡയലോഗ്. സത്യം. അല്ലല്ല, ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്. എന്താണ് ഡയലോഗ് ആയിരുന്നു കൂടുതൽ എന്റെ ഫോണിൽ. അപ്പൊ എന്തായാലും വിഷ്ണുപ്രിയ ആണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ സപ്പോർട്ട് ഷജീറിന്റെ. ഷജീർ എപ്പോഴും ആക്ടിങ്ങിന്റെ രീതിയിൽ, പക്ഷെ ഒരു ഓഡിയൻസ് രീതിയിൽ എപ്പോഴും വിഷ്ണുപ്രിയ ഷജീറിനെ കണ്ട അപ്പൊ ചിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബാറ്ററി കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ
ഞാൻ 12,000 rupees. ശ്വേതേജി എന്താണ് പറയാനുള്ളത് ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ? പറയൂ. അല്ല, അശോകന് കുറച്ച് ക്ഷീണമുണ്ട്. അടുത്ത തവണ സെറ്റ് ചെയ്യും. ക്ഷീണമൊക്കെ മാറ്റി ബൂസ്റ്റർ കുടിച്ച് വരും. അത്ര നെക്സ്റ്റ് ടൈം ഓ കേട്ടോ. ഓ ഏ ഓ ഓക്കെ.